അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു നീക്കമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, തൻ്റെ ഓഫീസിനകത്ത് ഒരു ഫെയ്ത്ത് ഓഫീസ് കൂടെ തുടങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഓഫീസിനകത്ത് വേറൊരു ഫെയ്ത്ത് ഓഫീസ്. എന്തിനാണ് ഈ ഫെയ്ത്ത് ഓഫീസ് എന്നല്ലേ? ഫെയ്ത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ വിശ്വാസ സംരക്ഷണത്തിനുള്ള ഓഫീസ്. ആ വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ വിശ്വാസമാണ്. ക്രൈസ്തവർ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു അമേരിക്കയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടില്ല. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് സംരക്ഷകനായി ഞങ്ങളുടെ ഫെയ്ത്ത് ഓഫീസ് ഇവിടെയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഓഫീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡറിൽ വെള്ളിയാഴ്ച അദ്ദേഹം ഒപ്പുവെച്ച് കഴിഞ്ഞു. ഡൊമസ്റ്റിക് പോളിസി കൗൺസിലിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ നടപടി. ഈ ഫെയ്ത്ത് ഓഫീസ് പ്രവർത്തിക്കുക. ട്രംപിൻ്റെ ആത്മീയ ഉപദേഷ്ടാവാണ് ഇതിന് പിന്നിൽ എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ആത്മീയ ഉപദേഷ്ടാവായി അറിയപ്പെടുന്ന ടെലി ഇവാഞ്ചലിസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഫെയ്ത്ത് ഓഫീസിന് നേതൃത്വം നൽകുന്നതും അദ്ദേഹം തന്നെയാണ്. അമേരിക്കയിൽ ക്രൈസ്തവർ നേരിടുന്ന പീഡനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ അറ്റോർണി ജനറലായ പാം ബോണ്ടയ്ക്ക് കീഴിൽ ഈ ദൗത്യ സംഘം കഴിഞ്ഞ ദിവസം ട്രംപ് രൂപം നൽകിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും എത്തിയ ട്രംപ് കൂടുതൽ യാഥാസ്ഥിതികവും മതപരവുമായ നടപടിയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഈ ഫെയ്ത്ത് ഓഫീസ് പുറത്തു വന്നതോടുകൂടി വലിയൊരു ചർച്ച ചൂടുപിടിക്കുകയാണ്. അതായത് നമുക്ക് ന്യൂനപക്ഷകാര്യ വകുപ്പുണ്ട്, എന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്, എന്നാൽ നമുക്ക് ഭൂരിപക്ഷ ക്ഷേമ വകുപ്പ് എന്തുകൊണ്ടില്ല? അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങൾക്കായ ഒരു വകുപ്പ് എന്തില്ല? ഒരു സനാതനധർമ്മ ബോർഡ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പല രീതിയിലുള്ള പീഡനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദുക്കളെ പല ജാതിയിൽ കെട്ടി അവരെ നായരായും നമ്പൂതിരിയായും രജ്പുത്തായും പട്ടേലായും ഗുജ്ജാറായും ജാട്ടായും സിഖായും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഹിന്ദുക്കൾ മുഴുവൻ ഒന്നാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സനാതനധർമ്മ ബോർഡ് വേണം എന്നുള്ള ആവശ്യം ആദ്യം ഉന്നയിച്ചത് പവൻ കല്യാണാണ്. പവൻ കല്യാൺ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തിരുപ്പതിയിലെ ഒരു സംഭവമാണ്. നമുക്കറിയാം, തിരുപ്പതി ലഡുവിൽ പന്നിയുടെ കൊഴുപ്പും പശുവിൻ്റെ കൊഴുപ്പും കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സനാതനധർമ്മത്തിന് വേണ്ടി ഒരു ബോർഡ് വേണമെന്ന് പറഞ്ഞത്. എന്നാൽ ട്രംപ് ഇപ്പോൾ കാണിച്ചു തന്ന ഈ മാതൃക നിങ്ങൾ കാണുന്നില്ലേ? ട്രംപിൻ്റെ പാത എന്തുകൊണ്ട് നമുക്ക് പിന്തുടർന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയൊരു ചോദ്യമായി ഉയരുന്നു. ഈ കാലത്തെ കുട്ടികൾ സനാതനധർമ്മത്തെക്കുറിച്ച് എന്തറിയാം? അവർക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പകർന്നു കൊടുക്കാനാണ് ഈ ബോർഡ്. അതും അത് സഹായിക്കും എന്ന് പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നു. പോരാത്തതിന് ക്രിസ്ത്യാനികൾക്ക് നോക്കിയാൽ അവർക്ക് സൺഡേ സ്കൂളുണ്ട്, മുസ്ലിങ്ങൾക്ക് മദ്രസ വിദ്യാഭ്യാസമുണ്ട്. എന്നാൽ സനാതനധർമ്മ ബോർഡെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന് വേണം എന്ന ആവശ്യം ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ നീക്കത്തെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും ഉയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.